ദൈവം തന്ന നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇപ്പോഴും ഒരു ചെറിയ സാക്ഷ്യം പറയാം. ദൈവം ഇത്രത്തോളം നടത്തി, അതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. പല ലാംഗ്വേജസിലും ഞാനിപ്പോൾ ബൈബിൾ പറയുന്നുണ്ട്. അത് എഡിഫിക്കേഷൻ, കർത്താവിന് മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തെ യേശുവിനെ കുറിച്ച് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ മറ്റുള്ളവർക്കും എനിക്കും അനുഗ്രഹമാണ്, മറ്റുള്ളവർക്കും അനുഗ്രഹമായി മാറും. ചാനൽ ഓഫ് ബ്ലെസ്സിങ്. ദൈവം പറഞ്ഞ വാക്യം, എന്നെ സ്പർശിച്ച ഒരു വാക്യങ്ങളാണിത്. നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 6-ാം അധ്യായം 24, 25, 26. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. എന്താണ് ഇവിടെ പറയുന്നത് വെച്ചാൽ, നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു വാക്യമാണ്. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാട്ടെ. നമ്മളെ അനുഗ്രഹിച്ച് കാക്കുന്ന ഒരു ദൈവം, നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് നമുക്ക് കൃപ തരും. ഈ ലോകത്തിലുള്ള ആരെയും മറ്റുള്ളവർക്ക് തൃപ്തിപ്പെടുത്താൻ സാധിക്കത്തില്ല. എന്താണ് പറയുന്നത്? ബൈബിളിലെ വാക്യം പറയുന്നത്, നമ്മളെ ദൈവം തൃപ്തിപ്പെടുത്തും, വചനം കൊണ്ട് തൃപ്തിപ്പെടുത്തുന്ന കർത്താവ്. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേര് വലുതാക്കുമെന്ന് പറയുന്ന കർത്താവാണ് അബ്രാഹാമിനോട്. ആ വാക്യത്തോചനം ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഇപ്പോൾ ഞാൻ യേശുവിനെ കുറിച്ച് പറയുന്നതിന് ഞാൻ പഠിച്ച സ്കൂളിൽ വാക്യം ഒരു ട്രീയുടെ അണ്ടറിൽ അവർ എഴുതിച്ചേക്കുന്നുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയൊക്കെ ഇല്ല, അതൊക്കെ പണ്ട് അങ്ങനെയായിരുന്നു. അപ്പോൾ ദൈവം പറയുന്നതെന്ന് വെച്ചാൽ, നിൻ്റെ അനുഗ്രഹിക്കും. എൻ്റെ ജീവിതത്തിൽ വരുന്ന വഴിയിലെല്ലാം കഷ്ടപ്രയാസങ്ങളും മുള്ളുകളുള്ള സ്ഥലത്തൊക്കെയാണ് ദൈവം എന്നെ നടന്നു വന്ന പാത. കർത്താവ് പറയുന്നത്, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിന്റെ ജീവിതത്തെ പണിയും. കർത്താവ് പറയുന്നു. മനുഷ്യൻ എന്തെല്ലാം വിധി എഴുതും, എന്നാൽ യേശു പറയുന്നു, ഞാൻ നിൻ്റെ മേൽ അനുഗ്രഹം ചെയ്യും, ഞാൻ നിൻ്റെ പേര് വലുതാക്കും എന്ന് പറയുന്നു. നിങ്ങൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ആകും. യഹോവ നിന്നെ പ്രകാശിക്കുമാറാട്ടെ. ലൈറ്റ് ഓഫ് ദ വേൾഡ്. യേശു പറയും, ഞാൻ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്നാണ് പറയുന്നത്. യേശു ലൈറ്റ് ഓഫ് ദ വേൾഡ്. അപ്പം നമ്മൾ വിളിച്ചുകൊള്ളുവരായി പരടയാക്കട്ടെ. അനേകം നിന്ദിക്കുന്ന, പരിഹാസങ്ങൾ, ദുഷിക്കുന്ന നിന്ദകൾ, പരിഹാസങ്ങളെല്ലാം യേശു ഈ ലോകത്ത് കണ്ടു. എന്നല്ല, യേശു അതിൽ നിന്നെല്ലാം നമ്മൾക്ക് മാതൃകയായി തീർന്നു. വീണ്ടും വരുന്ന കർത്താവ് നമ്മളെ അവൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യപ്പെടുത്തുന്ന കർത്താവ്. അടിപ്പിണരുകളിൽ നിന്ന് നമ്മളെ സൗഖ്യപ്പെടുത്തി നമ്മളെ ആനന്ദിക്കുന്ന കർത്താവാണ്. കർത്താവ് വരുന്ന പാതയിൽ വന്ന എല്ലാ മുള്ളുകളെ മാറ്റി കർത്താവ് സമാധാനം, സന്തോഷം തരുന്ന കർത്താവ്. അതെങ്ങനെ? 9 ഫലങ്ങളുണ്ട് ഹോളി സ്പിരിറ്റ്. 9 ഫലം: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിയജയം. ഇതെല്ലാം കർത്താവ് നമ്മൾ പെരുമാറാകട്ടെ. ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് പ്രാപിക്കുന്നതല്ലേ. നമ്മൾ ഡെയിലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മൾക്ക് അരുളി ചെയ്യും. നമ്മളെ ദൈവം അനുഗ്രഹിക്കും. ആമേൻ.